ഒരു ജനപ്രതിനിധി എങ്ങനെയാവണമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് CR മഹേഷ് MLA. മനുഷ്യത്വം മരവിക്കാത്ത മനസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന വലിയ സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കരുനാഗപ്പള്ളി. കിടപ്പാടം നഷ്ടപ്പെട്ട് പെരുവഴിയിലേക്ക് ഇറക്കിവിടപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിന് ദൈവദൂതന്റെ പരിവേഷത്തിലാണ് MLA എത്തിയത്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ മണപ്പുറം ഫിനാൻസ് ജപ്തി ചെയ്ത ആലങ്കടവ് സ്വദേശി ദീപയുടെയും കുടുംബത്തിന്റെയും വീട് ലക്ഷങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും നൽകി MLA വീണ്ടെടുത്ത് നൽകി. കുടുംബത്തെ ഒന്നടങ്കം ആത്മഹത്യയുടെ വക്കിൽ നിന്നുമാണ് CR മഹേഷ് MLA കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. കടുത്ത പ്രതിസന്ധിയിൽ ഉഴലുകയായിരുന്ന ആലംകടവ് സ്വദേശി ദീപയ്ക്കും കുടുംബത്തിനുമാണ് MLAയുടെ ഇടപെടലിലൂടെ സ്വന്തം വീട് തിരികെ ലഭിച്ചത്. 1.5 വർഷം മുൻപുള്ള ഒരു ഉച്ച സമയത്താണ് ഈ സംഭവങ്ങളുടെ തുടക്കം. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് മുൻപിൽ നിൽക്കുകയായിരുന്ന MLAയെ തേടി ഒരു ഫോൺ കോൾ എത്തി. ഉടൻ എത്തിയില്ലെങ്കിൽ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു സന്ദേശം. MLA സംഭവസ്ഥലത്ത് എത്തുമ്പോൾ കണ്ട കാഴ്ച അതീവ ദയനീയമായിരുന്നു. മണപ്പുറം ഫിനാൻസ് അധികൃതർ വീട് ജപ്തി ചെയ്ത് പൂട്ടിയിട്ടിരിക്കുന്നു. പുറത്തിറങ്ങേണ്ടി വന്ന ആ കുടുംബം മഴയത്ത് അയൽവാസികൾ കെട്ടിക്കൊടുത്ത ടാർപ്പയ്ക്ക് താഴെ ഒരു കട്ടിലിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. ആത്മഹത്യയ്ക്കായി മണ്ണെണ്ണ ഒഴിച്ച് ഗ്യാസ് തുറന്നുവിട്ട അവരെ അയൽക്കാരാണ് അന്ന് പിന്തിരിപ്പിച്ചത്. വീടിന്റെ സിറ്റൌട്ടിൽ പോലും കയറരുത് എന്ന കർശന നിർദ്ദേശത്തോടെയാണ് അന്ന് ബാങ്ക് അധികൃതർ മടങ്ങിയത്. ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്ന ദീപയുടെ ഭർത്താവിനും 2 മക്കൾക്കും ആ രാത്രി എവിടെ പോകണമെന്ന് പോലും അറിയില്ലായിരുന്നു. അന്ന് ആ കുടുംബത്തെ സ്വന്തം വണ്ടിയിൽ കയറ്റി കൊച്ചറ സത്രത്തിൽ താമസിപ്പിക്കാൻ MLA മുൻകൈയെടുത്തു. അന്നു മുതൽ ആ കുടുംബം MLAയുടെ സംരക്ഷണത്തിലായിരുന്നു. എന്നാൽ സ്വകാര്യ ഫിനാൻസ് കമ്പനി ആയതിനാൽ അവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലായിരുന്നു. 8,62,000 രൂപ അടച്ചാൽ മാത്രമേ വീട് വിട്ടു നൽകൂ എന്ന നിലപാടിലായിരുന്നു അവർ. ദിവസക്കൂലിക്ക് പോലും പോകാൻ കഴിയാത്ത ആ കുടുംബത്തിന് ഈ തുക അസാധ്യമായിരുന്നു. ഒടുവിൽ മണപ്പുറം ഫിനാൻസിന്റെ അക്കൗണ്ടിലേക്ക് മുഴുവൻ തുകയും MLA തന്നെ നേരിട്ട് അടയ്ക്കുകയായിരുന്നു. ഇന്ന് വീടിന്റെ പൂട്ട് തുറന്നു നൽകിയപ്പോൾ ആ കുടുംബത്തിന്റെ വാക്കുകൾ അവിടെ കൂടി നിന്നവരുടെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. സർ, ഞങ്ങൾക്ക് ദൈവം കഴിഞ്ഞാലുള്ള ആളാണ്. ഞങ്ങൾ പെരുവഴിയിൽ കിടക്കേണ്ടി വരുമായിരുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന വാക്കുകൾ മുഴുവിക്കാനാവാതെ വിതുമ്പിക്കൊണ്ടാണ് ദീപ സംസാരിച്ചത്. ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയും തങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ലെന്ന് അവർ പറഞ്ഞു. നാട്ടുകാർക്കടക്കം MLAയെ കുറിച്ച് പറയാൻ 100 നാവാണ്. MLA വന്നില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അയൽവാസികൾ വിവരം വിളിച്ചറിയിച്ച നിമിഷം തന്നെ ഓടി വന്നതും പിന്നീട് 1.5 വർഷത്തോളം ആ കുടുംബത്തിന് തണലായി നിന്നതും അവർ എടുത്തു പറഞ്ഞു. പണം അടച്ചതിന്റെ രേഖകളും വീടിന്റെ താക്കോലും ദീപയ്ക്ക് കൈമാറിയതോടെ 1.5 വർഷത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ആ കുടുംബം ഇന്ന് സമാധാനത്തോടെ സ്വന്തം വീട്ടിലുറങ്ങും.